നമസ്കാരം. ടെന്റ് സിറ്റി നിർമ്മാണം, ജീവനക്കാരുടെ പിരിച്ചുവിടൽ, പണ്ടാരഭൂമി ഏറ്റെടുക്കൽ, അങ്ങനെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനെ ലക്ഷ്യമിട്ടുള്ള വാർത്തകൾക്ക് പിന്നിൽ ബിജെപിയിലെ തന്നെ ഒരു വിഭാഗം നേതാക്കളാണെന്ന ആരോപണം ദേശീയ നേതൃത്വത്തിന്റെ മുന്നിലേക്ക്. പാർട്ടി വിട്ടുപോയ യുവമോർച്ച മുൻ അധ്യക്ഷന് വേണ്ടി മാധ്യമങ്ങൾക്ക് വാർത്തകൾ നൽകിയത് പാർട്ടിയിലെ പ്രധാനിയാണെന്നാണ് സൂചന. കർഷക മോർച്ച മുൻ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീന് നേതൃത്വം മീഡിയ കൺവീനറുടെ ചുമതല നൽകിയത് ഈ പശ്ചാത്തലത്തിലാണ്. NCP ശരത് പവാർ വിഭാഗത്തിനൊപ്പം ചേർന്ന മുൻ യുവമോർച്ച അധ്യക്ഷൻ മഹദ ഹുസൈൻ ബിജെപിയിലെ തന്റെ ബന്ധുക്കളെ ഒപ്പം നിർത്തിയാണ് അഡ്മിനിസ്ട്രേഷനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. സേവ് ലക്ഷദ്വീപ് സമരം മുതൽ പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം തീർക്കാൻ പരാജയപ്പെട്ടവർ ഇപ്പോൾ ആസൂത്രിതമായി ബിജെപിക്കെതിരെ രംഗത്ത് വരികയാണെന്നാണ് സൂചന. പാർട്ടിയിൽ നിന്ന് നേടാവുന്നതൊക്കെ നേടിയ ഇവരുടെ ചതി തിരിച്ചറിയണമെന്നാണ് ഒരു വിഭാഗം ബിജെപി നേതാക്കൾ പറയുന്നത്. കൊച്ചിയിലെ ഹോട്ടലുകൾ മാധ്യമപ്രവർത്തകനായി ബുക്ക് ചെയ്ത ചില ബിജെപി നേതാക്കൾ നടത്തിയ ആഘോഷവും ചില നേതാക്കളുടെ ഡൽഹി യാത്രയും എന്തിനായിരുന്നെന്ന സംശയവും ബിജെപി നേതാക്കൾ പ്രകടിപ്പിക്കുന്നു. അതേസമയം അജിത് പവാർ പക്ഷ NCPയും ശരത് പവാർ പക്ഷ NCPയും ലയന ചർച്ചകളിലേക്ക് കടക്കുന്നത് ദ്വീപിലെ ശരത് പവാർ പക്ഷ നേതാക്കളെയും ബിജെപി നേതാക്കളെയും ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ലയനം സാധ്യമായാൽ ദ്വീപിലെ NDAയിലെ വലിയ പാർട്ടിയായി NCP മാറുകയും ചെയ്യും. ലയനം സാധ്യമായാൽ മുൻ MP മുഹമ്മദ് ഫൈസൽ അടക്കമുള്ളവർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതേസമയം പുനഃസംഘടനയിലേക്ക് കടന്ന ബിജെപിയിൽ കുടുംബവാഴ്ചയാണ് പ്രധാന ചർച്ചാ വിഷയം. പിതാവ് പ്രസിഡന്റ്, മകൻ ജില്ലാ പ്രസിഡന്റ്, മകൾക്കും മരുമകനും പദവികളും സ്ഥാനമാനങ്ങളും, വേണ്ടപ്പെട്ടവർക്ക് ദ്വീപ് യാത്രകൾ, അങ്ങനെ ചുമതലകളും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും പങ്കിട്ട് നൽകുന്ന ഇടപാട് ഇനി അനുവദിക്കില്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. പാർട്ടിക്ക് ഒരു വിദ്യാസമ്പന്നനും വിശ്വാസ്യതയുമുള്ള യുവജനങ്ങളെ പ്രചോദിപ്പിക്കാൻ കഴിവുള്ള, ദ്വീപിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും സംരക്ഷിക്കുന്ന ഒറ്റുകാരനല്ലാത്ത ഒരു നേതാവിനെയാണ് ആവശ്യമെന്നാണ് ചിലരുടെ നിലപാട്. വിവാദങ്ങളിൽ കുടുങ്ങിയ ആളെ ഇനിയും നേതൃത്വത്തിൽ വേണമോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. കൊച്ചിയിൽ ഒഡീഷക്കാരിയായ വീട്ടുവേലക്കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ആളെങ്ങനെ BJP പരിപാടിക്ക് എത്തിയെന്ന് വ്യക്തമാക്കണമെന്നും ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നു. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അധികാര കേന്ദ്രങ്ങളുടെ പാർട്ടിയെ നിയന്ത്രിക്കുന്ന വഴിവിട്ട ബന്ധങ്ങളും നടപടികളും ഇനി അനുവദിക്കില്ലെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. കേന്ദ്ര നേതൃത്വം ഇതിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതികരണത്തിനാണ് ഒരു വിഭാഗം നേതാക്കൾ തയ്യാറെടുക്കുന്നത്.